സ്കൂൾ തുറക്കുന്നിടം വരെ കുട്ടികളുടെ ലോകമെന്ന് പറയുന്നത് ഫോണിൽ മാത്രമാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള അപകടങ്ങളാണ് ഈ ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ സ്ക്രീൻ അഡിക്ഷനിലൂടെ കുട്ടികൾക്ക് വരുത്തി വെക്കുന്നത്? അതിനെ നമുക്ക് ഏജായിട്ട് തരംതിരിക്കുകയാണെങ്കിൽ എങ്ങനെ തരംതിരിക്കാൻ കഴിയും? ഏജായിട്ട് തരംതിരിക്കുകയാണെങ്കിൽ നമുക്ക് 8 വയസ്സിൽ താഴെ, പിന്നെ 8 വയസ്സ് മുതൽ 12 വയസ്സ് വരെ, പിന്നെ 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെ, അങ്ങനെ 3 രീതിയിൽ നമുക്ക് തരംതിരിക്കാം. 8 വയസ്സിന് താഴെ എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ഒരു 2 വയസ്സ് മുതൽ 8 വയസ്സ് വരെ ഈ കാലഘട്ടത്തിൽ ശരിക്കും നമ്മൾ 2 വയസ്സിന് താഴെ ശരിക്കും സ്ക്രീൻ കുട്ടികൾക്ക് കൊടുക്കരുത് എന്നാണ് മാനദണ്ഡങ്ങൾ പറയുന്നത്. 2 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാക്സിമം 1 മണിക്കൂർ മാത്രമാണ് സ്ക്രീൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. 8 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പഠനത്തിൻ്റെ ആവശ്യത്തിനായിട്ട് സ്ക്രീൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. 8 വയസ്സിന് 12 വയസ്സ് മുതൽ ഒരു 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പഠനത്തിൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ ഫോൺ കൊടുക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അവരത് വേറെ ഗെയിംസിനും അവരുടെ മറ്റ് സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾക്കുമായിട്ട് അത് ഉപയോഗിച്ച് ആ ഒരു ടൈം എക്സീഡ് ചെയ്തു പോയി എഡിക്ഷൻ രൂപത്തിലേക്ക് അത് മാറുന്നു. അപ്പോൾ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ 24 മണിക്കൂറിൽ ഒരു 8 മണിക്കൂർ ഉറക്കം, പിന്നെ പഠനത്തിനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരു 8 മണിക്കൂർ അതിനായിട്ട് മാറ്റി വയ്ക്കുന്നു. ബാക്കിയുള്ള 8 മണിക്കൂർ സോഷ്യലൈസേഷൻ, അവരുടെ ഹോബീസ്, വീട്ടുകാരുമായിട്ട് ഇൻട്രാക്ഷൻ. അപ്പം ഇതൊക്കെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏതൊരു കുട്ടിയുടെയും ജീവിതത്തിൽ ആവശ്യമാണ്. പക്ഷേ നമ്മൾ പ്രോബ്ലമാറ്റിക് സ്ക്രീൻ മീഡിയ യൂസ് എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ബാക്കിയുള്ള ഈ ഉറക്കവും അതേപോലെ പഠിത്തവും ബാക്കിയുള്ള ഇൻട്രാക്ഷനും ഒക്കെ മാറ്റിവെച്ച് കുട്ടികൾ സ്ക്രീനിലേക്ക് മാത്രമായി സമയം ചെലവഴിക്കുമ്പോഴാണ് നമ്മളത് പ്രോബ്ലമാറ്റിക് സ്ക്രീൻ മീഡിയ യൂസ് എന്ന് പറയുന്നത്. എഡിക്ഷൻ എന്ന വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴെന്ന് വെച്ചാൽ കുട്ടികൾ ഈ എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുക, പഠിത്തം മാറ്റിവെക്കുക, വേറെ കളികൾ മാറ്റിവെക്കുക, അതേപോലെ തന്നെ ഈ വേറെ കുട്ടികളായിട്ടും കളിക്കാനുള്ള ഇൻട്രാക്ഷനും മാതാപിതാക്കളുമായിട്ടുള്ള ഇൻട്രാക്ഷനും അതേപോലെ തന്നെ അവരുടെ ഹോബീസും എല്ലാം മാറ്റിവെച്ച് ഈവൻ ഉറക്കം പോലും മാറ്റിവെച്ച് ഫുൾ ടൈം സ്ക്രീൻസിനെ എഡിക്റ്റഡ് ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു പദം യൂസ് ചെയ്യുന്നത്. അവരവർ തന്നെ അത് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതും പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയും പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. മറ്റൊന്ന്, ഈ ചെറിയ കുഞ്ഞുങ്ങൾ, കൈക്കുഞ്ഞുങ്ങളെ എടുക്കുകയാണെങ്കിൽ മാതാപിതാക്കൾ അവർക്ക് പലപ്പോഴും വഴക്കായിരിക്കും. അപ്പോൾ അവർ പെട്ടെന്ന് ചെയ്യുന്നൊരു കാര്യം ഈ മൊബൈൽ ഫോണിൽ കാർട്ടൂൺ വെച്ച് കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അത് എത്രത്തോളം ഈ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ അത് ബാധിക്കും? അത് വളരെ മോശം രീതിയിൽ കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്തെന്ന് വെച്ചാൽ നോർമലി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വിശപ്പ് അടങ്ങുമ്പോൾ നമുക്ക് സാറ്റൈറ്റി, അതായത് വിശപ്പ് അടങ്ങി എന്നുള്ള ഒരു നമ്മുടെ തന്നെ ശരീരം നമുക്കൊരു സിഗ്നൽ തരുന്നു. പക്ഷെ നമ്മൾ ഈ മൊബൈല് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ക്രീൻ ആയിക്കോട്ടെ, TV-യോ സ്മാർട്ട് ഫോണോ എന്താണെന്ന് വെച്ചാൽ അത് കാണിക്കുമ്പോൾ ഒന്നാമത് ഈ സാറ്റൈറ്റി എന്നുള്ള സിഗ്നൽ നമ്മുടെ ബോഡിക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും കുട്ടികൾ കൂടുതലായിട്ട് ഈ സ്ക്രീൻ കാണാനായിട്ട് തന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ രണ്ടാമതുള്ളത് എന്ന് വെച്ചാൽ പല അഡ്വർടൈസ്മെൻറ്റ്സും ഈ പ്രൊമോട്ട് ചെയ്യുന്നത് ഫാസ്റ്റ് ഫുഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ചെറിയ കുട്ടികളെ ഇത് വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം അവരുടെ ചോയ്സസും അങ്ങനെ ആയിരിക്കും. അപ്പം പുറത്തു പോകുമ്പോഴും അവർ ആവശ്യപ്പെടുന്ന ഫുഡും കാര്യങ്ങളും ഒക്കെ ഈ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളും അത് ഒബേസിറ്റി ഒക്കെ ഉണ്ടാവാനായിട്ട് വളരെ കൂടുതൽ കാരണമായിട്ട് നമ്മൾ കാണാറുണ്ട്.